ക്യൂ മെന്ററിൽ രണ്ട് രീതിയിലുള്ള കുട്ടികളാണ് വരിക. ഒന്നാമത്, കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും ഏത് കരിയറാണ് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ബിൽഡ് ചെയ്യാനുള്ള കരിയറിനെ കുറിച്ചിട്ട് അവർക്ക് ധാരണ ഉണ്ടാവും. പക്ഷെ എങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ എവിടെ തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി അവർക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഒരു സൊല്യൂഷൻ, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എല്ലാ കരിയർ ഡൊമൈൻസിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ നമ്മൾ മെന്റേഴ്സ് ആയിട്ട് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, എയിംസിൽ അല്ലെങ്കിൽ AFMCയിൽ അല്ലെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ അവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും നീറ്റ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെഡിസിനിൽ ഒരു കരിയർ പെർസ്യൂ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻസിന് മെന്റർഷിപ്പ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്ത് അവരുടെ ഒരു അവൈലബിൾ ടൈം ചൂസ് ചെയ്ത് ഒരു സെഷൻ 1-to-1 മെന്റർഷിപ്പ് സെഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുന്നത് വെറുതെ ഒരു വീഡിയോ കോൺഫറൻസിങ് അല്ല, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പാണ്. അവരുടെ എന്താണോ കൺസേൺ, ആ കൺസേൺ ഒരു മെന്റർ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചേർഡ് സൊല്യൂഷൻ അവർക്ക് കൊടുക്കുന്നു. ആ സൊല്യൂഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവർ ഡ്രീം ചെയ്യുന്ന കരിയറിൽ അവർക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഭാഗം, ഒരു പക്ഷെ അവർക്ക് കരിയറിൽ ക്ലാരിറ്റി ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, ഏത് കരിയർ ചൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും. പ്രത്യേകിച്ചും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് കരിയർ തിരഞ്ഞെടുക്കണം എന്നുള്ള ഡിസിഷൻ ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അവരുടെ ജേണി ക്യൂ മെന്ററിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഒരു പ്രശ്നം, ലോകത്ത് ഏത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 100% ആക്യുറേറ്റ് അല്ല. അപ്പോൾ ഇതിന് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കരിയർ എക്സ്പേർട്ട് ആയിട്ടുള്ള മെന്റേഴ്സും ഉണ്ട്. അപ്പോൾ വൺസ് അവരൊരു ടെസ്റ്റ് എഴുതി ആ ടെസ്റ്റിന്റെ റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഒരു കരിയർ എക്സ്പേർട്ട് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അയാളായിട്ടുള്ള ഒരു 1-to-1 പേഴ്സണലൈസ്ഡ് സെഷനോട് കൂടി ഈ കുട്ടിക്ക് കരിയറിൽ ഒരു ക്ലാരിറ്റി കിട്ടാം. ഏത് കരിയറാണ് എനിക്ക് ഉചിതമായിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് ഏത് കരിയറാണ് എന്നുള്ളൊരു ക്ലാരിറ്റി നമ്മൾ ഈ പ്രോസസ്സിലൂടെ ആ കുട്ടിക്ക് നൽകുക. അപ്പോൾ ഈ കുട്ടികൾക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, വൺസ് അവരുടെ കരിയർ ക്ലാരിറ്റി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കണക്ട് ചെയ്യാനുള്ള മെന്റേഴ്സും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ട് എന്നുള്ളതാണ്.